നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമേ ചെയ്യണ്ട. കാരണം മസനോബു ഫുക്കുവോക്ക ലോക കാർഷിക രംഗത്ത് വലിയ ഒരു വിപ്ലവം കൊണ്ടുവന്നു. വൺ സ്റ്റോർ റെവല്യൂഷൻ, ഒറ്റവേക്ക വിപ്ലവം എന്നാണ് അതിൻ്റെ പേര്. അതിന് നമുക്ക് ചുമ്മാ കൃഷി എന്ന് പറയാം. ഡു നത്തിങ് ഫാം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഇത് പക്ഷേ നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ എടുത്തതും ആവാം. കാരണം ഇതെല്ലാം ഏഷ്യൻ കൾച്ചറാണ്. നമുക്കും അതുണ്ട്. നമുക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ബുദ്ധനുമൊക്കെ ആ ഒരു മാതൃകയിൽ വന്ന ആളാണ്. അപ്പോൾ നമ്മുടെ കാർഷിക രീതി, അദ്ദേഹം വലിയ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം റിവേഴ്സിലേക്ക് തിരിഞ്ഞു പോയതാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ മസനോ ഫുക്കുവോക്ക ഇങ്ങനെ കൃഷിയെ സംബന്ധിച്ച് ധാരാളം ഒരു വിത്ത് അങ്ങോട്ട് ഉണ്ടാക്കുന്നിടം മുതൽ, കൃത്രിമമായ വിത്ത് ഉണ്ടാക്കുന്നിടം മുതൽ അതിന് കൊടുക്കുന്ന വളം, കീടനാശിനി, വളർത്തി എടുക്കുന്ന എല്ലാം വിഷമയമാണ്. അപ്പോൾ അദ്ദേഹം പക്ഷേ ഇതിൻ്റെ രഹസ്യങ്ങൾ എന്ന് വെച്ചാൽ സത്യത്തിൽ ജനന മരണത്തിൻ്റെ പൊരുൾ തേടി അദ്ദേഹം ഇങ്ങനെ ആകുലപ്പെട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഒരു ഭ്രാന്തനെ പോലെ. അപ്പോൾ ഇങ്ങനെ നടന്നു പോയപ്പോഴാണ് ഒരു കാട്ടുപ്രദേശത്തൂടെ പോയപ്പോൾ അവിടെ കുറച്ച് നെൽച്ചെടി വളർന്നു നിൽക്കുന്നു നല്ല കരുത്തോടെ. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കുകയാണ്, ഇവിടെ ആരാണ് വളം ചെയ്യുന്നത്? ഇതാരാണ് ഇതിന് കീടനാശിനി അടിക്കുന്നത്? നമ്മൾ കാട്ടിൽ പോയ എല്ലാവർക്കും അറിയാം, അവിടെ നിറയെ മരങ്ങളും പുല്ലുകളും ചെടികളും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ആരെങ്കിലും കൊണ്ടുവന്ന് രാസവളം എടുത്തുണ്ടോ, അല്ലെങ്കിൽ കീടനാശിനി അടിക്കുന്നുണ്ടോ? ഇതെങ്ങനെയാണ് കയറ്റായിട്ട് നിൽക്കുന്നത്? ആ ചിന്തയിൽ നിന്നാണ് അദ്ദേഹം പ്രകൃതി കൃഷിയിലേക്ക് വരുന്നത്. നാച്ചുറൽ വേ ഓഫ് ഫാമിങ് എന്ന അദ്ദേഹത്തിൻ്റെതായ ഒരു മാർഗ്ഗം അദ്ദേഹം ജപ്പാനിൽ കണ്ടെത്തി. നമുക്ക് അതേപോലെ ഇവിടെ അത് പ്രാവർത്തികമാണെന്നുള്ള വേറെ വിഷയം. നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്നാൽ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വികസനം എന്ന് പറയുന്നത് ആരെയാണ് വികസിപ്പിക്കുന്നതെന്ന് ആലോചിക്കണം. അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നുണ്ടോ? ചില കാര്യങ്ങളിൽ നമുക്ക് മടങ്ങിപ്പോക്കൽ അസാധ്യമാണ്. എങ്കിൽ പോലും നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഇരിക്കുന്ന ഭൂമി 1,17,000 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ട് ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര വേഗതയല്ല, ഒരു വിമാനം 1000 കിലോമീറ്ററൊക്കെയാണ് പോകുന്നത്. റോക്കറ്റിന് പരിമിതിയുണ്ട്. 1,17,000 കിലോമീറ്റർ വേഗതയിൽ. അപ്പോൾ എന്തോ സ്പീഡാണ്, എന്തും സങ്കല്പിക്കാൻ പറ്റാത്ത സ്പീഡിൽ ഓടുന്ന ഒരു വാഹനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതേ വാഹനം സ്വയം അച്ചുകൊണ്ടിലും ഏതാണ്ട് വളരെ ഭീകരമായ ഒരു വേഗതയിൽ കടയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോകുന്ന അത്ഭുതകരമായ ഒരു വാഹനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ ഈ സത്യത്തിൽ ആ സിനിമ കണ്ട് എനിക്ക് ഒന്നുകൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ വളരെ ദക്ഷിണ കൊറിയൻ സംവിധാനമായിട്ടുള്ള കിങ്കി ഡൂക്ക് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ചെയ്ത ഒരു സിനിമയുണ്ട്. അതിനകത്ത് അത് സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഷിപ്പ് പെട്ടെന്ന് ആകാശത്തിലേക്ക് അങ്ങ് ഉയരുകയാണ്. അതിനകത്തുള്ള മനുഷ്യർക്ക് ഉണ്ടായിരുന്ന വിഭവങ്ങൾ കുറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അധികാര പ്രശ്നങ്ങൾ, ആഹാരമില്ലായ്മ, അവസാനം എല്ലാം കൊത്തി മനുഷ്യരെ സ്വന്തം അച്ഛൻ മകൻ ജീവിക്കാൻ വേണ്ടി സ്വന്തം കൈ മുറിച്ച് കൊടുക്കുകയാണ്. നീ വെട്ടി കഴിക്കുക, നീ നിലനിൽക്കട്ടെന്ന് വെച്ചിട്ട്. അതും ആ മകനും മരിക്കുന്ന അവസാനം. അത് കണ്ടിരിക്കേണ്ട ഒരു ഫിലിം. ഒരു പക്ഷേ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഷിപ്പ്, അദ്ദേഹം ഈ ഭൂമിയാണ് സങ്കല്പിക്കുന്നത്. നമ്മുടെ വിഭവങ്ങൾ കുറഞ്ഞു വരുന്നു, വെള്ളം കുറഞ്ഞു വരുന്നു, ഇതെല്ലാം കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് സംഘർഷങ്ങൾ കൂടും. നിലനിൽപ്പിന് വേണ്ടി സംഘർഷങ്ങൾ കൂടും. രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യും, ജാതിയോടെ യുദ്ധം ചെയ്യും, സ്വന്തം വീട്ടിൽ സഹോദരനോട് യുദ്ധം ചെയ്യും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രകൃതി വിഭവങ്ങളും നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ പ്രകൃതിയൊക്കെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് സുസ്ഥിരമായിട്ട് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. അത് ഉച്ചത്തിൽ ചിന്തിക്കേണ്ട. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അതിനൊക്കെ താഴെ വരുന്നുള്ളൂ. ആദ്യം ഭൂമി നിലനിന്നിട്ട് വേണമല്ലോ ഇതൊക്കെ സംഭവിക്കാൻ. അതുകൊണ്ട് മനുഷ്യൻ നിലനിൽക്കണ്ടേ, മനുഷ്യകുലം നിലനിൽക്കണ്ടേ. ഇപ്പം നമ്മുടെ ശാസ്ത്രലോകം പറ്റുന്ന ഇത് പൊളിഞ്ഞു കഴിഞ്ഞാൽ, ഭൂമി നശിച്ചു കഴിഞ്ഞാൽ ചൊവ്വയിൽ പോയി താമസിക്കാമെന്നാണ് നമ്മൾ ആൾക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് വാഹനം വിട്ട് അവിടെ കാണാൻ വല്ല കുടിൽ കെട്ടി താമസിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുമ്പോഴാണ് നമ്മളിവിടെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മലകൾ നശിപ്പിക്കുക, പാറ പൊട്ടിക്കുക, ഇത്തരം എല്ലാം ആവശ്യത്തിനല്ല അനാവശ്യമായിട്ടെല്ലാം ചെയ്യുന്ന ഒരു വീട് പണിയുന്നതിന് നമുക്ക് ചിലപ്പം പഴയ കാലത്തിലേക്ക് മടങ്ങി നോക്കണം. തടി കൊണ്ട് വീട് ഉണ്ടാക്കുന്നതൊക്കെ നമ്മളെ പാരമ്പര്യത്തിൽപ്പെടുന്ന, അതൊന്നും പ്രകൃതി ദോഷമാണെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. കാരണം ആവശ്യത്തിന് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ മതി. അതിനനുസരിച്ച് നമുക്ക് മരങ്ങൾ മുറിച്ച് തന്നെ വീട് വെക്കാം. അത് തന്നെ നല്ല കാര്യം. അതേസമയം പാറ പൊട്ടിച്ചുകൊണ്ടൊന്ന് വീട് വെക്കുമ്പോൾ ആ മലയില്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീട് വെക്കുന്നതിനേക്കാളും കൂടുതൽ മതിൽ കെട്ടാൻ വേണ്ടിയാണ് മനുഷ്യർ ഉപയോഗിക്കുന്നത്. മതിൽ മുഴുവൻ
പാറ കെട്ടി തീർക്കുകയാണ്. അപ്പോൾ അത് ഒരു പാറ ഉണ്ടാകുന്ന എത്രയോ കോടി അല്ലെ എത്ര ആയിരം വർഷങ്ങൾ വേണ്ടി വരുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു പാറയെന്ന് വെച്ചാൽ വെറും പാറയല്ല, ആ പാറ സൂക്ഷ്മമായ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന അത് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതിനെക്കുറിച്ച് പഠിച്ചാലും പറഞ്ഞാലും തീരില്ല. നമ്മൾ ചുറ്റും കാണുന്ന ഒന്നും ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് പ്രകൃതി ജീവൻ ഉരുത്തിരിഞ്ഞ് വെച്ച് പ്രപഞ്ചത്തിൽ ഇന്ന് മനുഷ്യൻ്റെ അറിവ് വെച്ച് ജീവനുള്ള ഏക ഗോളം ഭൂമിയാണ്. ആ ജീവൻ നിലനിൽക്കുന്നതിന് വിശേഷപ്പെട്ട ഒരു സാഹചര്യം വേണം. അത് എത്രയോ കോടി വർഷം കൊണ്ട് രൂപപ്പെട്ട് വന്നതാണ്. അതിലൊക്കെ ആവശ്യമില്ലാതെ നമ്മൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. അത് വിട്ട് നമ്മൾ ചെയ്താൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല. അതാണ് എനിക്ക് പറയാൻ.